നമസ്കാരം. എംഫ്രമെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇന്നു നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC നടത്തിയ വെൽഡർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ദി യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് റെസിസ്റ്റൻസ് ഈസ് കാൾഡ് ആസ് ഡാഷ്. അതായത് ഇലക്ട്രിക് റെസിസ്റ്റൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ യൂണിറ്റ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഇലക്ട്രിക് റെസിസ്റ്റൻ്റെ യൂണിറ്റ്? ഓംസ് ആണ് റെസിസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ്. ശരിയായ ഉത്തരം ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: വെൽഡ് മെറ്റൽ ഡെപ്പോസിറ്റ് എബോവ് ദി സർഫസ് ഓഫ് ദി പാരന്റ് മെറ്റൽ ഈസ് കാൾഡ് ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, രണ്ട് മെറ്റൽ നമ്മൾ ജോയിൻ ചെയ്യില്ല, ജോയിൻ ചെയ്യുന്ന സമയത്ത് രണ്ട് മെറ്റൽ ഓവർ മേലെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പറയുന്ന പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനെ പറയുമ്പോൾ റീ ഇൻഫോഴ്സ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അതായത് മെറ്റൽ ഡെപ്പോസിറ്റ് ഓൺ ദി സർഫസ് ഓഫ് ദി പാരന്റ് മെറ്റൽ ഓഫ് ദി ആക്സിസ് മെറ്റൽ ഓവർ ദി ലൈൻ ജോയിനിങ് ദി ടു ടോൺസ്. അതായത് രണ്ട് മെറ്റൽ പീസുകൾ ഉണ്ടാവുമല്ലോ, ഇതാ ഈ ഇമേജ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു മെറ്റൽ പീസ്, ഇതൊരു മെറ്റൽ പീസ്. ഈ രണ്ട് മെറ്റൽ പീസ് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ വെൽഡ് അടിച്ച് ജോയിൻ ചെയ്യണപ്പോൾ ഒപ്പം തന്നെ എന്താവും, ഇതാണ്ട ഈ ഒരു പോർഷനും ശ്രദ്ധിച്ചില്ലേ? ഈ രണ്ട് മെറ്റലുകളിലെയും നമ്മൾ എന്ത് ചെയ്യുന്നത്, മേലെ കൂടെ ജോയിൻ ചെയ്യും. അതിനെ പറയുന്ന പേരെന്താണ്? റീ ഇൻഫോഴ്സ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ശരിയായ ഉത്തരം ഡി ആണ്, റീ ഇൻഫോഴ്സ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് കൈൻഡ് ഓഫ് ആംഗിൾ യൂസ്ഡ് ടു പ്രിപ്പയർ ദി സിംഗിൾ ബിബൽ ഇൻ MS മെറ്റീരിയൽ ഫോർ വെൽഡിംഗ് പർപ്പസ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്: നമ്മുടെ വെൽഡിംഗ് പർപ്പസ് യൂസ് ചെയ്യുന്ന MS പ്ലേറ്റ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ സിംഗിൾ ബിവൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആംഗിൾ എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സിംഗിൾ ബിവൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും മെറ്റീരിയലിൻ്റെ എൻഡ്. ഒരു സൈഡ് ഇങ്ങനെ ഉണ്ടാവും, ഒരു സൈഡ് ഇങ്ങനെ ഉണ്ടാവും. ഈ ആംഗിൾ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഈ ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്, 45 ഡിഗ്രിയാണ് എന്ത്, ഈ ആംഗിൾ എന്ന് പറയുന്നത്. ശരിയായ ഉത്തരം സി ആണ്, 45 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: റേഷ്യോ ഓഫ് ഓക്സിജൻ ടു അസറ്റിലിൻ ഫോർ കംപ്ലീറ്റ് കമ്പഷൻ ഈസ് ഡാഷ്. അതായത് നമ്മുടെ ഓക്സിജൻ ഗ്യാസ് വെൽഡിംഗ് ഉണ്ടല്ലോ, അതിൽ ഓക്സിജൻ അസറ്റിലിൻ തമ്മിലുള്ള റേഷ്യോ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. അതായത് കംപ്ലീറ്റ് ആയിട്ട് ബേൺ ആകാനുള്ള റേഷ്യോ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം അതാണ് 2.5:1. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി പ്രഷർ ഓഫ് അസറ്റിലിൻ ഗ്യാസ് ഫോർ ഗ്യാസ് കട്ടിംഗ് എ 10 mm MS പ്ലേറ്റ് ഈസ് ഡാഷ്. ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്: നമ്മുടെ ഗ്യാസ് കട്ടർ ഉണ്ടല്ലോ, അസറ്റിലിൻ ഗ്യാസ് കട്ടർ ഉപയോഗിച്ചിട്ട് നമ്മുടെ 10 mm MS പ്ലേറ്റ് കട്ട് ചെയ്യണം എങ്കിൽ അതിൻ്റെ പ്രഷർ എത്രയായിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരം 0.15 കിലോഗ്രാം ഫോഴ്സ് ബൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഐഡൻറ്റിഫൈ ദി വെൽഡിംഗ് മെഷീൻ വിച്ച് ഈസ് യൂസ്ഡ് ടു അവോയ്ഡ് ആർക്ക് ബ്ലോ. അതായത് താഴെ 4 ടൈപ്പ് വെൽഡിംഗ് മെഷീൻ തന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ ആർക്ക് ബ്ലോ ഉണ്ടല്ലോ, ഈ ആർക്ക് ബ്ലോ അവോയ്ഡ് ചെയ്യുന്ന വെൽഡിംഗ് മെഷീൻ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ട്രാൻസ്ഫോമർ ടൈപ്പ് വെൽഡിംഗ് മെഷീനാണ് അത് യൂസ് ചെയ്യുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി ആംഗിൾ ഫോംഡ് ബിറ്റ്വീൻ ദി ലൈൻ ഓഫ് വെൽഡ് റൂട്ട് ആൻഡ് ദി ഹൊറിസോണ്ടൽ റെഫറൻസ് പ്ലെയിൻ ഈസ് ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്: നമ്മുടെ വെൽഡ് റൂട്ട് ഉണ്ടല്ലോ, വെൽഡ് ചെയ്യുന്ന സമയത്ത് എന്താ വെൽഡ് റൂട്ടിൻ്റെയും ആ ഹൊറിസോണ്ടൽ റെഫറൻസ് പ്ലെയിൻ്റെയും ഇടയ്ക്കുള്ള ആംഗിളിനെ പറയുന്ന പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം വെൽഡ് സ്ലോപ്പ് എന്നാണ് പറയുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. ഇതാണ് വെൽഡ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആംഗിൾ ഫോംഡ് ബിറ്റ്വീൻ ദി അപ്പർ പോർഷൻ ഓഫ് ദി വെർട്ടിക്കൽ റെഫറൻസ്. ദി ഇമാജിനറി ലൈൻ പാസസ് ത്രൂ ദി വെൽഡ് സെൻറ്റർ ലെങ്ത് വൈസ് ഈസ് നോൺ ആസ് ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് ആ ഇമാജിനറി ആയിട്ട് വെൽഡ് ചെയ്തതിൻ്റെ നടുവിലൂടെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈനിനെ പറയുന്ന പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആണ് ആക്സിസ് ഓഫ് വെൽഡ്. Next question,
വെൽഡിംഗ് പൊസിഷൻ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഡാഷ്. അതായത് വെൽഡ് ചെയ്യുന്ന പൊസിഷൻ ഉണ്ടല്ലോ അത് കണ്ടുപിടിക്കുന്നത് ഏതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ആക്സിസ് ആൻഡ് ഫേസ് ഓഫ് വെൽഡ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ഓഫ് ദി ഡിഫക്റ്റ് ദി മൈക്രോ സ്ട്രക്ചർ പ്രോപ്പർട്ടീസ് അഫക്റ്റഡ് ബൈ വെൽഡിംഗ് ഹീറ്റ്. അതായത് നമ്മുടെ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് അതിൻ്റെ മൈക്രോ സ്ട്രക്ചറിന് കുറച്ച് ഡിഫക്റ്റ് ഉണ്ടാവും. അതിനെ പറയുന്ന പേരത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിനെ പറയുന്ന പേര് ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്നാണ് പറയുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേഞ്ചിങ് ദി ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ ഇൻ ഡി സി വെൽഡിംഗ് മെഷീൻ ഈസ് ഡാഷ്. അതായത് നമ്മുടെ ഡി സി വെൽഡിംഗ് മെഷീൻ ഉണ്ടല്ലോ, ഡി സി വെൽഡിംഗ് മെഷീനിൽ നമ്മുടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷന് ചേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം പൊളാരിറ്റി എന്നാണ് പറയുക. ബി ആണ് കറക്റ്റ് ആൻസർ. അതായത് കാൽസ്യം കാർബൈഡിനകത്ത് കാൽസ്യത്തിൻ്റെയും കാർബണിൻ്റെയും പേഴ്സൻറ്റേജ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. എത്രയാണ്? 62.5 to 37.5 ഈ റേഷ്യോയിലായിരിക്കും. സി ആണ് കറക്റ്റ് ആൻസർ. ഈ പേഴ്സൻറ്റേജ് ഓഫ് കാർബൺ ഇൻ അസറ്റിലിംഗ് ഗ്യാസ് ഈസ് ഡാഷ്. അതായത് നമ്മുടെ അസറ്റിലിംഗ് ഗ്യാസിനകത്ത് കാർബണിൻ്റെ അളവ് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം 92.3%. ഡി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. വിച്ച് ടൈപ്പ് ഓഫ് വാൾവ് ഈസ് യൂസ്ഡ് ഇൻ ഫ്ലാഷ് ബാക്ക് അറസ്റ്റർ. അതായത് നമ്മുടെ ഫ്ലാഷ് ബാക്ക് അറസ്റ്റ് ഉണ്ടല്ലോ, അത് ഏത് ടൈപ്പ് വാൾവാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം സി ആണ് നോൺ റിട്ടേൺ വാൾവ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ടെമ്പറേച്ചർ ലിക്വിഡ് ഓക്സിജൻ ബിക്കം സോളിഡ്. അതായത് നമ്മുടെ ലിക്വിഡ് ഓക്സിജൻ ഉണ്ടല്ലോ അത് സോളിഡ് ആകാൻ എത്ര ഡിഗ്രി ടെമ്പറേച്ചർ വേണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം -218.4 ഡിഗ്രി വേണം. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 കിലോഗ്രാം ഓഫ് ലിക്വിഡ് ഓക്സിജൻ പ്രൊഡ്യൂസ് ഡാഷ്. അതായത് നമ്മുടെ ലിക്വിഡ് ഓക്സിജൻ ഉണ്ടല്ലോ, 1 കിലോഗ്രാം ലിക്വിഡ് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്ര ലിറ്റർ ഗ്യാസായി മാറും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം 750 ലിറ്റർ ഓഫ് ഓക്സിജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. എ ആണ് കറക്റ്റ് ആൻസർ. വാട്ട് ഈസ് ദി കപ്പാസിറ്റി ഓഫ് അസറ്റിലിൻ സിലിണ്ടർ. അസറ്റിലിൻ സിലിണ്ടറിൻ്റെ കപ്പാസിറ്റി എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം 3.5 മീറ്റർ ക്യൂബ് ടു 8.5 മീറ്റർ ക്യൂബ് വരെ. എ ആണ് കറക്റ്റ് ആൻസർ. അസറ്റിലിൻ ഗ്യാസ് ലീക്കേജ് ഈസ് ഐഡൻറ്റിഫൈഡ് ബൈ ഡാഷ്. അതായത് നമ്മുടെ അസറ്റിലിൻ ഗ്യാസ് ഉണ്ടല്ലോ അത് ലീക്കേജ് ആകുന്ന സമയത്ത് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതിൻ്റെ ഉത്തരം സോപ്പി വാട്ടർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. ഫോർ വാട്ട് പർപ്പസ് ഓഫ് പ്ലേസിംഗ് ഓഫ് ബെഡ്ജ് ഓർ ആൻ അലൈൻമെൻറ്റ് ക്ലാമ്പ് ബിറ്റ്വീൻ പ്ലേറ്റ് എഹെഡ് ഓഫ് ദി വെൽഡ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മൾ വെൽഡ് ചെയ്യുന്ന പ്ലേറ്റ് ഉണ്ടല്ലോ അതിൻ്റെ മുമ്പിൽ എന്ത് അലൈൻമെൻറ്റ് ക്ലാമ്പോ അല്ലെങ്കിൽ വെഡ്ജോ പ്ലേസ് ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഡൈവേർജൻസ് അലവൻസിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, പ്ലേറ്റ് എന്താവും തെന്നി നീങ്ങാറുണ്ട്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് ഡൈവേർജ് ചെയ്യുന്നത് അലവൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ബെഡ്ജ് ഓർ അലൈൻമെൻറ്റ് ക്ലാമ്പ് യൂസ് ചെയ്യുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ക്രാക്ക് ഡെവലപ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി വെൽഡ് ജോയിൻറ്റ്. അതായത് നമ്മുടെ വെൽഡ് ജോയിൻറ്റിന് എൻഡിൽ ക്രാക്ക് ഉണ്ടാവും, അതിനെ പറയുന്ന പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതിന് പറയുന്നത് ക്രേറ്റർ ക്രാക്ക് എന്നാണ് പറയുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് മോർ ദാൻ 1 സിലിണ്ടർ ഈസ് കണക്റ്റഡ് ഇൻ സിസ്റ്റം ഈസ് കാൾഡ് ഡാഷ്. അതായത് നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സിലിണ്ടേഴ്സ് ഉണ്ടല്ലോ അതിൽ ഒന്നിൽ കൂടുതൽ സിലിണ്ടറുകൾ കണക്ഷൻ ചെയ്യുന്നതിന് പറയുന്ന പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിന് പറയുന്ന പേര് മാനിഫോൾഡ് സിസ്റ്റം എന്നാണ് പറയുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് പൈപ്പ് ഈസ് യൂസ്ഡ് ഇൻ DA മാനിഫോൾഡ് സിസ്റ്റം. നമ്മുടെ DA മാനിഫോൾഡ് സിസ്റ്റത്തിനകത്ത് ഏത് ടൈപ്പ് പൈപ്പാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം സ്റ്റീൽ പൈപ്പാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി സ്യൂട്ടബിൾ ഫ്ലെക്സ് ഫോർ വെൽഡിംഗ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഫ്ലെക്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം സിങ്ക് ക്ലോറൈഡ് ആൻഡ് പൊട്ടാസ്യം ഡൈക്ലോറമേറ്റ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
വിച്ച് സ്റ്റെപ്പ് ടു ബി ടേക്കൺ ടു അവോയ്ഡ് ലാക്ക് ഓഫ് ഫ്യൂഷൻ ഇൻ ഗ്യാസ് വെൽഡിങ്? അതായത് നമ്മൾ ഗ്യാസ് വെൽഡ് ചെയ്യുന്ന സമയത്ത് ലാക്ക് ഓഫ് ഫ്യൂഷൻ ഉണ്ടാകുമല്ലോ, അത് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ എന്ത് സ്റ്റെപ്പൊക്കെയാണ് എടുക്കുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിന് ഉത്തരം അതിന് വെൽഡ് വിത്ത് യൂണിഫോം സ്പീഡ്. വെൽഡ് ചെയ്യുന്ന യൂണിഫോം സ്പീഡിൽ വെൽഡ് ചെയ്യുക. പി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി കോട്ടിംഗ് ഫാക്ടർ ഓഫ് മീഡിയം ക്വാർട്ടർ ഇലക്ട്രോഡ്? അതായത് മീഡിയം ക്വാർട്ടർ ഇലക്ട്രോഡിൻ്റെ കോട്ടിംഗ് ഫാക്ടർ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് എത്രയാണ്? 1.4 to 1.5. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇലക്ട്രോഡ് ഈസ് യൂസ്ഡ് ടു റൂട്ട് പാസ് വെൽഡിംഗ് ഓഫ് ഹൈ പ്രഷർ പൈപ്പ്? ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ റൂട്ട് പാസ് വെൽഡിംഗ് ഉണ്ടല്ലോ, അതിന് ഏത് ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം സെല്ലുലോസിക് ടൈപ്പാണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് സബ്സ്റ്റൻസ് കോട്ടഡ് ഇലക്ട്രോഡ് ക്യാൻ ബി യൂസ്ഡ് എ സി ഓർ ഡി സി റിവേഴ്സ് പൊളാരിറ്റി? അതായത് ആൾട്ടർനേറ്റീവ് കറൻറ്റും ഡയറക്റ്റ് കറൻറ്റും റിവേഴ്സ് പൊളാരിറ്റിയിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡിനെ കോട്ട് ചെയ്തിരിക്കുന്ന സബ്സ്റ്റൻസ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ടൈറ്റാനിയമാണ്. സി ആണ് കറക്റ്റ് ആണ്. ടൈറ്റാനിയമാണ് ഇലക്ട്രോഡ് കോട്ട് ചെയ്തിട്ടുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് പൊളാരിറ്റി ലോ ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഈസ് യൂസ്ഡ്? അതായത് ലോ ഹൈഡ്രജൻ ഇലക്ട്രോഡ് യൂസ് ചെയ്യുമ്പോൾ ഏത് പൊളാരിറ്റിയിലാണ് യൂസ് ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഡി സി റിവേഴ്സ് പൊളാരിറ്റി. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ 3 mm തിക്നെസ് ഓഫ് ഹൈ കാർബൺ സ്റ്റീൽ വിച്ച് ഡയമീറ്റർ ഓഫ് ഫില്ലർ റോഡ് ക്യാൻ ബി യൂസ്ഡ്? അതായത് നമ്മുടെ 3 mm തിക്നെസ് ഉള്ള ഹൈ കാർബൺ സ്റ്റീൽ ഉണ്ടല്ലോ, അത് വെൽഡ് ചെയ്യാൻ ഫില്ലർ റോഡിൻ്റെ ഡയമീറ്റർ എത്രയായിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം 3 mm തന്നെയായിരിക്കണം. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി മേജർ പ്രോബ്ലം ഇൻ വെൽഡിങ് സ്റ്റെയിൻലെസ് സ്റ്റീൽ? നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന മേജർ പ്രോബ്ലം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം എന്താണ്? പുവർ തെർമൽ കണ്ടക്ടിവിറ്റി. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഫില്ലർ റോഡ് ഈസ് ടു ബി സെലക്റ്റഡ് ടു അവോയ്ഡ് വെൽഡ് ഡെസി ഇൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡിങ്? അതായത് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? തേയ്മാനങ്ങളൊക്കെ ഉണ്ടാവും. അത് അവോയ്ഡ് ചെയ്യാൻ ഏത് ടൈപ്പ് ഫില്ലർ റോഡുകളാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ക്രോമിയം ബേസ്ഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. എ ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഫ്ലെയിം ഈസ് സ്യൂട്ടബിൾ ഫോർ ബ്രാസ് വെൽഡിങ്? ബ്രാസ് വെൽഡിങ്ങിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്ലെയിം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഓക്സിഡൈസിങ് ഫ്ലെയിമാണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഡൈവേർജൻസ് അലവൻസ് ഫോർ ഗ്യാസ് വെൽഡിംഗ് ഓഫ് 300 mm ലോങ് കോപ്പർ ബട്ട് ജോയിൻറ്റ് ഈസ് ഡാഷ്? അതായത് 300 mm ലോങ് കോപ്പർ പൈപ്പ് ഉണ്ടല്ലോ, അത് ഗ്യാസ് വെൽഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡൈവേർജൻസ് അലവൻസ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം 3 to 4 mm. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൈൻഡ് ഓഫ് വെൽഡിംഗ് പ്രോസസ് ക്യാൻ ബി ജോയിൻഡ് ബൈ ഡിസിമിലർ മെറ്റൽ? അതായത് ഡിസിമിലർ മെറ്റൽ ഉണ്ടല്ലോ, രണ്ട് വ്യത്യസ്ത മെറ്റലുകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ ഏത് ടൈപ്പ് വെൽഡിംഗ് പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. അതിൻ്റെ ഉത്തരം ബ്രോണസ് വെൽഡിംഗ് ഓഫ് കോപ്പർ. എ ആണ് കറക്റ്റ് ആൻസർ. ബ്രോണസ് വെൽഡിംഗ് ഓഫ് കോപ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലുമിനിയം ഓക്സൈഡ് ഈസ് ഡാഷ്? അലുമിനിയം ഓക്സൈഡിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. അതിൻ്റെ ഉത്തരം 1930. ഡി ആണ് കറക്റ്റ് ആൻസർ. 1930 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് അതുണ്ടാവുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് നോസിൽ സൈസ് ഈസ് സെലക്റ്റഡ് ഫോർ 3 mm തിക്നെസ് അലുമിനിയം ആൻഡ് ഇറ്റ്സ് അലോയ്? അതായത് 3 mm തിക്നെസ് ഉള്ള അലുമിനിയം അലോയിനും യൂസ് ചെയ്യുന്ന നോസിൽ സൈസ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. അതിൻ്റെ ഉത്തരം 5 ആണ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പയറിംഗ് ടു വെൽഡിംഗ് ഇലക്ട്രോഡ് ഗൗജ് ഇലക്ട്രോഡ് നീഡ്സ് ഡാഷ്? അതായത് നമ്മുടെ വെൽഡിംഗ് ഇലക്ട്രോഡും ഗൗജ് ഇലക്ട്രോഡും ഉണ്ടല്ലോ, ഇത് രണ്ടിൻ്റെയും കമ്പാരിസൺ എങ്ങനെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഡി ആണ്. 20 മുതൽ 50% ഹയർ കറൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് കാസ്റ്റ് അയൺ ഈസ് വെരി ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ ആൻഡ് ഈസ് നോട്ട് വെൽഡബിൾ ആൻഡ് ആൾസോ നോട്ട് ഈസി മെഷീനബിൾ? അതായത് നമ്മുടെ കാസ്റ്റ് അയൺ ഉണ്ടല്ലോ, താഴ്ന്നിരിക്കുന്ന 4 കാസ്റ്റ് അയൺ ഉണ്ട്. ഈ കാസ്റ്റ് അയണിൽ വെരി ഹാർഡും ബ്രിട്ടിലും പിന്നെ നോട്ട് വെൽഡബിൾ, വെൽഡ് ചെയ്യാൻ സ്യൂട്ടബിൾ അല്ലാത്തതും പിന്നെ മെഷീൻ ചെയ്യാനും ബുദ്ധിമുട്ടുള്ളതുമായ
കാസ്റ്റ് അയൺ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഏതാണ്? വൈറ്റ് കാസ്റ്റ് അയൺ ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി കാസ്റ്റ് അയൺ മെറ്റീരിയൽ ഹാസ് ഓഫൺ പോസ്റ്റ് ഹീറ്റിംഗ് വിച്ച് കൈൻഡ് ഓഫ് കൂളിംഗ് ടു ബി ഡൺ. അതായത് ക്വസ്റ്റ്യൻ ഏതാണ് ചോദിക്കുന്നത്, നമ്മുടെ കാസ്റ്റ് അയൺ ഉണ്ടല്ലോ അത് പോസ്റ്റ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് കൂളിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന മീഡിയം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏത് മീഡിയത്തിനാണെന്ന് വെച്ചാൽ സാധാരണ സാൻഡ് ലിറ്ററിനെയാണ് എന്തിനെ കൂൾ ചെയ്യിപ്പിക്കുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഈസ് നോട്ട് ട്രൂ എബൌട്ട് കാൽസ്യം കാർബൈഡ്. അതായത് കാൽസ്യം കാർബൈഡിൻ്റെ ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ശരി അല്ലാത്ത പ്രസ്താവന ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഇൻ കെറോസിൻ ഓയിൽ. കെറോസിൻ ഓയിൽ സ്യൂട്ടബിൾ ആണ് എന്നാണ് പറഞ്ഞത്. ഇത് തെറ്റാണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ഗ്യാസ് കട്ട് പ്ലേറ്റ് ദി കട്ട് ഷോ ഗ്രൂവ്സ് ആൻഡ് ഹാസ് ഡീപ്പ് ഡ്രാഗ് ലൈൻ. ദിസ് ഈസ് ഡ്യൂ ടു ഡാഷ്. അതായത് നമ്മുടെ ഗ്യാസ് കട്ട് ചെയ്യുന്ന സമയത്ത് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്ത പ്ലേറ്റിനകത്ത് ഗ്രൂവ്സും ആൻഡ് ഡീപ്പ് ഡ്രാഗ് ലൈനും കാണപ്പെടുന്നുണ്ട്. അത് എന്ത് റീസൺ കൊണ്ടാണ് കാണപ്പെടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം എന്ത്? കട്ട് ചെയ്യുന്ന സർഫസിൻ്റെ ഏറ്റവും അടുത്ത് ടിപ്പ് വരുന്നത് കൊണ്ടാണ് എന്ത് ഈ ഇതുണ്ടാവുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ, വാട്ട് പെർസെൻറ്റേജ് ക്രോമിയം ആൻഡ് നിക്കൽ ആർ യൂഷ്വലി പ്രസൻറ്റ് ഇൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ. അതായത് സ്റ്റെയിൻലെസ് സ്റ്റീലിനകത്ത് എത്ര പെർസെൻറ്റേജ് ക്രോമിയം നിക്കലും ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. അതിൻ്റെ ഉത്തരം 18% ക്രോമിയം 8% നിക്കലുമാണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. ഇൻ റെസിസ്റ്റൻറ്റ് വെൽഡിംഗ് ഇഫ് ദി കറണ്ട് ഈസ് ഡബിൾഡ് ദി ഹീറ്റ് അഫക്റ്റഡ് ബിക്കം ഡാഷ്. നമ്മുടെ റെസിസ്റ്റൻറ്റ് വെൽഡിങ്ങിനകത്ത് കറണ്ട് ഐ എന്ന് പറയുന്നത് എന്താക്കിയാൽ ഡബിളാക്കി കഴിഞ്ഞാൽ ഹീറ്റിന് എന്ത് അഫക്റ്റ് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. ഹീറ്റ് എന്ത് ചെയ്യും? 4 ടൈം വർദ്ധിക്കും. 4 ടൈം എന്ത് ചെയ്യും? വർദ്ധിക്കും. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് എലമെൻറ്റ് ഈസ് ആഡഡ് ടു സ്റ്റീൽ ടു ഇൻക്രീസ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ടു കൊറോഷൻ ഇൻ എൻവയോൺമെൻറ്റ് ലൈക്ക് സീ വാട്ടർ. അതായത് നമ്മുടെ തുരുമ്പുണ്ടല്ലോ, കൊറോഷൻ തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റീലിനകത്ത് ഒരു എലമെൻ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഏത് എലമെൻ്റാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതും കടൽ ജലം പോലുള്ള വെള്ളത്തിൽ കൊറോഷൻ അവോയ്ഡ് ചെയ്യാൻ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഏതാണ്? കോപ്പറാണ്. ബി ആണ് കറക്റ്റ് ആൻസർ.